ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. തഗ് ലൈഫിൻ്റെ രണ്ടാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. തഗ് ലൈഫ് രണ്ടാം ദിവസം അത്ര ശുഭകരമല്ല വാർത്തകൾ എന്നുള്ളതാണ്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,30,00,000 രൂപ നേടിയെങ്കിൽ രണ്ടാം ദിവസം ഇതുവരെ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് 21 ലക്ഷം രൂപ മാത്രമാണ്. അതായത് 35 ലക്ഷം രൂപയോളമായിരിക്കും ഇന്നത്തെ ഈ ഒരു പോക്കിൽ നമുക്ക് കളക്ഷൻ കാണാൻ കഴിയും. ഇന്നലെ 18% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 6% ഒക്യുപ്പൻസി ആയിട്ട് കാണുന്നത്. അതായത് കേരളത്തിൽ നിന്ന് സിനിമ ഇന്നുകൊണ്ട് ഒരു പക്ഷേ 1,60,00,000 രൂപ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ 13 കോടിയായിരുന്നു ആദ്യ ദിനം സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിവസം 7.5 കോടിക്കടുത്താണ് എത്തിയിരിക്കുന്നത്. അതായത് 20.5 കോടിയാണ് സിനിമയ്ക്ക് ഇതുവരെയുള്ള കളക്ഷൻ. ഒരു പക്ഷേ 23-24 കോടി വരെ എത്തിയേക്കാം എന്നുള്ളതാണ്. ആദ്യ ദിനം സിനിമ 40-45 ലക്ഷം രൂപയാണ് വന്നതെങ്കിൽ ഇന്ന് 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണ് സിനിമ 60-65 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ കളക്ഷൻ സിനിമ ഇന്ന് 35 ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. വേൾഡ് വൈഡായിട്ട് മികച്ച തുടക്കമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് GCC അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് ലഭിച്ചിരുന്നത് 25 കോടിയാണെങ്കിൽ ഇന്ന് അവിടെയും ഇടിവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉലകനായകൻ്റെ വമ്പൻ ബഡ്ജറ്റിൽ വന്ന ചിമ്പുവും തൃഷയുമൊക്കെ ഉള്ള ഈ ഒരു സിനിമ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നിരിക്കുന്നത്. മണിരത്നത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന ഈ ഒരു സിനിമ തുടക്കം മുതൽ തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കൊണ്ട് സമ്പന്നമായി പോയി എന്നുള്ളതാണ് ആദ്യ പ്രശ്നം തന്നെ നിൽക്കുന്നത്. പ്രീമിയർ ഷോയിൽ എങ്ങനെയാണ് നെഗറ്റീവ് അടിച്ചത് അത് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും സിനിമ വരുന്ന ദിവസം കൊണ്ട് 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വമ്പൻ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് 100 കോടിയൊന്നും അല്ല എന്നുള്ളൊരു കാര്യം. എന്നിരുന്നാലും ഒരു സിനിമ 100 കോടി എത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു പക്ഷേ ഞായറാഴ്ചയോടെ സിനിമ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ 2 ദിവസത്തെ കളക്ഷൻ കൊണ്ട് 60-65 കോടി രൂപയോളമാണ് എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്താം. കമൽഹാസൻ ആരാധകനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. ഈ സിനിമയെ കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.